الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبد الله ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله لا إله لا إله إلا الله لا إله إلا الله محمد رسول الله أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله أنت أم أبو ما رأينا فيهما مثل حسنك يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ഏറ്റവും ബഹുമാനാന്തരം നിറഞ്ഞ ഇതിൻ്റെ ജീവനാടിയും ഇതിൻ്റെ ഏറ്റവും വലിയ തോടുമായ നൗഷാദ് സാഹിബ്,
സമോസ അടക്കമുള്ള പണ്ഡിതന്മാരെ, വേദിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സദസ്സിലും മറ്റും ഒരുമിച്ച് കൂടിയ മുഅ്മിനാത്തുകളെ, മുസ്തഫ നബി തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലി റഹ്മത്തുകളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ റഹ്മത്തുകൾ പെയ്തിറങ്ങുന്ന ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇത് വല്ലാത്തൊരു അശുഭ മുഹൂർത്തമാണ്. റബീഉൽ അവ്വൽ 12-ാം രാവ് അല്ലെങ്കിൽ 11-ാം രാവ്, ഇങ്ങനെ ഇത്തരണത്തിൽ മുസ്തഫ നബി തങ്ങളെ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വർണ്ണിക്കാവുന്നതിനപ്പുറം മഹാത്മ്യമേറിയതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഇസ്ലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് മാറ്റിവെച്ചുകൊണ്ടുള്ള ഈമാൻ ഒരു മുഅ്മിനെ പരിചയമില്ല. ഒരു മുഅ്മിന്റെ ഈമാൻ പരിപൂർണമാവുന്നത് തന്നെ അവിടത്തോടുള്ള മഹബത്തിന്റെ പരിപൂർണതയാണ്. ഈമാൻ ഒരാളിൽ നിന്നും ഊരപ്പെടുന്നത് തന്നെ അവിടത്തോടുള്ള വെറുപ്പാണ്. നമുക്കിന്ന് കണ്ടാൽ അറിയാം, പഠിച്ചാൽ അറിയാം. ഇന്നത്തെ ലിബറലിസത്തിന്റെയും മറ്റിതര പ്രസ്ഥാനങ്ങളുടെയും തുടക്കം മുസ്തഫ നബി തങ്ങളോടുള്ള വെറുപ്പിന്റെ തുടക്കമായിരിക്കും. അവിടത്തോടൊരു വെറുപ്പ് തോന്നുമ്പോൾ ആ കൽബിലേക്കാണ് അനിസ്ലാമികമായ ചിന്തകൾ കടന്നു വരിക. അവിടത്തോട് മഹബത്തുള്ള ഒരു കൽബിൽ ഈമാൻ കേടാകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. നമ്മുടെ കൽബിലെപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹബത്ത് ഇങ്ങനെ കളിയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തിനും ഏതിനും സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫയുടെ ഈമാൻ പരിപൂർണമാവണമെങ്കിൽ തന്നെ അത് ഉറപ്പിക്കാം. റസൂലുള്ളാഹിയുടെ മഹബത്തില്ലാതെ ഈമാൻ പരിപൂർണമാകില്ല. നമ്മൾ ഇരിക്കുന്ന ഇരുത്തം തന്നെ ആ ഒരു മഹബത്തിന്റെ പുറത്താണ്. നേരത്തെ മഗ്‌രിബിലെ തുടങ്ങിയ മജ്ലിസ് വീണ്ടും വീണ്ടും മൗലിദ് പ്രതീക്ഷിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുസ്തഫ നബി തങ്ങളോടുള്ള മഹബത്തിന്റെ ആ വികാരമല്ലാതെ മറ്റൊന്ന്, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നതിന് ഭാഗമല്ലാതെ മറ്റൊന്ന് വ്യാഖ്യാനിക്കാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് ഖൽബിൽ അല്ലാഹു ഏറ്റി തരട്ടെ. ഒരു മുഅ്മിന് മാറ്റിവെക്കാൻ പറ്റാത്തതാണ് മുസ്തഫ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രങ്ങളൊക്കെ പഠിച്ചു നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ ചരിത്രം ഒന്ന് ചെറുങ്ങനെന്ന് മനസ്സിലാക്കി നോക്കിയാൽ ഒരു മുഅ്മിനായി പിറന്നവർക്ക്, മുഅ്മിനായി ജീവിക്കുന്നവർക്ക് ഒരു സെക്കൻഡ് പോലും ആ നാമം ഉപേക്ഷിക്കാൻ സാധ്യമേയല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് മുഅ്മിനോട്. മഹാനായ അലി റളിയല്ലാഹു തആല അലിയെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞത്, അന്ന മദീനത്തുൽ ഇൽമി വലിയ ബാബുഹാ, ഞാൻ ഇൽമിന്റെ ഒരു പട്ടണമാണെങ്കിൽ അതിലേക്കുള്ള ഒരു ഗേറ്റ് അത് അലിയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു തആലയുടെ റഈ, അലി റളിയല്ലാഹു തആലയുടെ ഇൽമ്, അലി റളിയല്ലാഹു തആലയുടെ ചില ചിന്താധാരകൾ ലോകത്ത് പ്രശംസിക്കപ്പെട്ടതാണ്. മുസ്തഫ നബി തങ്ങൾ അഭിനന്ദിച്ചതാണ്. വല്ലാത്തൊരു ബുദ്ധിയും അഗാധ ജ്ഞാനം കൂടെയാണ് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ ഹിജ്റ കലണ്ടർ പേരിട്ട് തന്നെ അലി റളിയല്ലാഹു തആല, ഉമർ റളിയല്ലാഹു തആലാന്റെ ഭരണ പരിഷ്കാരങ്ങളിൽ മുസ്ലിം കലണ്ടർ, ഇസ്ലാമിക് കലണ്ടർ വേണമെന്ന് തീരുമാനിക്കുകയും സ്വഹാബികളൊക്കെ വിളിച്ചു കൂട്ടി, കിബാർ സ്വഹാബികളൊക്കെ ഉണ്ട്, വലിയ വലിയ സ്വഹാബികളൊക്കെ ഉണ്ട്, നമുക്ക് ഇസ്ലാമിക് കലണ്ടർ വേണം. അതുവരെ ഇസ്ലാമിക് കലണ്ടർ ഉണ്ടായിരുന്നില്ല. ഭരിക്കുന്ന കാലത്തും ഇസ്ലാമിക് കലണ്ടർ ഉണ്ടായി. ക്രിസ്താബ്ദം അത് പറയുമായിരുന്നു. ഇസ്ലാമിക് കലണ്ടർ ഇല്ല, ആ ഒരു ബേജാറായിരുന്നു. എന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഉമർ ലെറ്റർ അയച്ചതുമായി ബന്ധപ്പെട്ട
ഒരു തീരുമാനത്തിലാണ് ഉമർ റളിയല്ലാഹു ഒരു കലനം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചത്. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറഞ്ഞു. അലി റളിയല്ലാഹു തആല പറഞ്ഞു ഹിജ്റ എന്നിടണം. അലി റളിയല്ലാഹു നാമകരണം ചെയ്തതാണ് ഹിജ്റ. അലി റളിയല്ലാഹു എഴുന്നേറ്റ് ഹിജ്റ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും സമ്മതിച്ചു. കാരണം അലിയാണ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു. അതിലൊരുപാട് ഹിക്മത്ത് ഉണ്ടാകും. ഹിജ്റ തുടങ്ങിയത് മുതൽ ഒടുങ്ങുന്നത് വരെ ഒരുപാട് പാഠങ്ങളുണ്ട്. ഖിയാമത്ത് നാളോളം ആ പാഠങ്ങൾ ലോക ജനത അറിയണം. ഒരുപാട് പാഠങ്ങളുണ്ട്. അലി റളിയല്ലാഹു അൻഹു നിർദ്ദേശം വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അഭിപ്രായം ആർക്കുമില്ല. ആ അലി റളിയല്ലാഹു അൻഹു ഒരുപാട് ചരിത്രമുണ്ട്. അലി റളിയല്ലാഹുവിന്റെ അത്ഭുതകരമായ ചരിത്രങ്ങളുണ്ട്. ഒരു ദിവസം അലി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും വന്നു. ഭർത്താവിനേക്കാൾ പ്രായമുള്ള ഭാര്യ, ഭാര്യയേക്കാൾ വളരെ പ്രായം കുറഞ്ഞ ഭർത്താവ്, രണ്ടുപേരും വന്നിട്ട് അലി റളിയല്ലാഹു പരാതി പറഞ്ഞു. ഓ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട്. ഞങ്ങൾ നിക്കാഹ് ചെയ്തത് മുതൽ നാളെ ഇതുവരെ കലഹത്തിലാണ്. എപ്പോഴും പ്രശ്നമാണ്. വീട്ടിൽ രാത്രി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം കലഹിക്കും. നമുക്ക് രണ്ടുപേർക്കും അള്ളാഹു അനുവദിച്ച ബന്ധം നടക്കുന്നില്ല, ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. അത്ര കണ്ട് ഞങ്ങൾ വെറുക്കും. ഞാൻ വീട് വിട്ടിറങ്ങിയാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഓരോട് വെറുപ്പില്ല, അവൾക്ക് എന്നോട് വെറുപ്പില്ല. തിരിച്ച് ഞാൻ വീട്ടിലെത്തിയാൽ എനിക്ക് ഓരോട് വെറുപ്പ് തോന്നും, അവൾക്ക് എന്നോട് വെറുപ്പ്. ഇതെന്താണ് ഇതിന്റെ പൊരുൾ അറിയാനാണ് ഞങ്ങൾ വന്നത്. കാരണം അലിയോട് ചോദിച്ചാൽ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും. അലി റളിയല്ലാഹു തആല പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ സത്യം പറയാകൂ. ആ, സമ്മതിച്ചു. നീ ഈ പുതിയാപ്പിളക്ക് കല്യാണം കഴിയുന്നതിന് മുമ്പ് നീ ഒരു കുഞ്ഞിനിക്ക് ജന്മം നൽകിയില്ലയോ? പെണ്ണ് പറഞ്ഞു, ആ ജന്മം നൽകി. വ്യഭിചാരത്തിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നു. നിനക്ക് വ്യഭിചാരത്തിൽ പിറന്ന കുഞ്ഞിനെ നീ എന്ത് ചെയ്തു? ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ആരാരും കാണാതെ വീട്ടിന്റെ ഓരത്തുള്ള മലഞ്ചെരുവിൽ ഞാൻ ഉപേക്ഷിച്ചു. തിരിച്ചു വരുമ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ആ കുഞ്ഞിനെ നോക്കിയതാ. ഒരു ചെന്നായ വന്നിട്ട് ഞാൻ പ്രസവിച്ച ആ കുഞ്ഞിന്റെ ശരീരം കടിച്ചു കീറും എന്ന രീതിയിൽ കണ്ടപ്പോ ഒരു കരിങ്കൽ ചീളെടുത്തുകൊണ്ട് ഞാൻ ആ ചെന്നായക്ക് ഏറ് വെച്ചു കൊടുത്തു. എറിഞ്ഞത് ചെന്നായക്കാണെങ്കിലും ആ കരിങ്കൽ ചീള് പതിച്ചത് ആ പ്രസവിക്കപ്പെട്ട ചോരപ്പൈതലിന്റെ നെറ്റിയിലാണ്. ആ പിഞ്ചു പൈതലിന്റെ നെറ്റിയിലേക്ക് ആഴ്ന്നിറങ്ങിയ ആ പാറക്കഷ്ണം രക്തം ചീറ്റുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി. ആ കുഞ്ഞിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല, അതോർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിനെ എപ്പോഴും ദുആ ചെയ്യും, പടച്ചോനെ ഇനി എന്നെ തെറ്റിലേക്ക് നീ വിടല്ലേ, ചെയ്ത തെറ്റ് നീ മാപ്പ് തരണേ എന്ന് അള്ളാഹുവിനെ എപ്പോഴും തൗബ ചെയ്യും എന്ന് ആ പെണ്ണ് പറഞ്ഞപ്പോ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല തലയിക്കെട്ട് കെട്ടി വന്ന ഭർത്താവിനോട് പറഞ്ഞു, മോനെ നീ തലയിക്കെട്ട് അഴിക്കണം. നെറ്റുമൂടി കെട്ടിയ ആ പുതിയാപ്പിള തലയിക്കെട്ടെന്ന് പൊന്നിച്ചു നോക്കിയപ്പോ നെറ്റിയിൽ ആഴത്തിലേറിയ പഴയൊരു മുറിവ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ അന്ന് ഉപേക്ഷിച്ച ആ കുഞ്ഞുമോനാണിത്. നിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചതിന്റെ ഇനി എന്നെ തെറ്റിലേക്ക് വിടല്ലേ എന്ന് നിന്റെ മനസ്സിന്റെ ഉള്ള് ആഗ്രഹിച്ചപ്പോ ഇനിയും മകനുമായിട്ടൊരു വീഴ്ച അള്ളാഹു അനുവദിക്കാത്തതാണ് നിങ്ങൾ തമ്മിലെ പ്രശ്നമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഭാര്യയും ഭർത്താവുമായി വന്ന ആണും പെണ്ണും ഉമ്മയും മകനുമായി തിരിച്ചുപോയി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയുടെ ഏറ്റവും വലിയ ചരിത്ര ഏടുകളിൽ രേഖപ്പെടുത്തേണ്ടപ്പെട്ട തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചരിത്രമാണ്. അലി റളിയല്ലാഹു അൻഹു എത്രമാത്രം ഇൽമു അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വല്ലാത്തൊരു അത്ഭുതമാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ തന്റെ ഭരണശിലാ കേന്ദ്രം കൂഫയിലേക്ക് ഇറാഖിലേക്ക് മാറ്റിയപ്പോ ഇറാഖിലെ പണ്ഡിതന്മാര് മുഴുവനും ഇറാഖിലെ പള്ളിയിൽ കൂഫയിലെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ചോദ്യം ചോദിച്ചു, ഖുർആൻ, ഓ ഉലമാക്കളെ, സാധാരണ ജനങ്ങൾക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള
ആയത്ത് ഏതാണെന്ന് പറയാൻ പറ്റുമോ? ആ ആയത്തിന്റെ അർത്ഥം കേട്ടാൽ പാവപ്പെട്ട സാധാരണക്കാരനായ ഒരാൾക്ക് നാളെ ഞാൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ടാകണം. അങ്ങനെ ആയത്തറിയോ? ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുൽ നബിയേ താങ്കൾ പറയണം, ഖുൽ നബിയേ താങ്കൾ പറയണം. എന്താ നബിയേ പറയേണ്ടത്? യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കണം. ഓ, വല്ലാത്തൊരു പ്രയോഗം. നമ്മളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് വിളിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അടിമകളെ. പെണ്ണി നിങ്ങളെയും അല്ലാഹു റസൂൽ വിളിച്ചത് യാ ഇബാദി, എന്റെ അടിമകളെ എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഖുൽ നബിയെ താങ്കൾ പറയണം. ഖുൽ എന്നതിന് ശേഷം പറയുന്ന പ്രയോഗം മുസ്തഫ നബി തങ്ങളോട് അല്ലാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാം. ഖുൽ നബിയെ താങ്കൾ പറയണം, ഹുവല്ലാഹു അഹദ്, അവൻ ഒരുവനാണെന്ന് നബിയെ താങ്കൾ എന്ന് പറഞ്ഞേക്കും. ഖുൽ നബിയെ താങ്കൾ പറയണം, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഖുൽ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലോട് പ്രഖ്യാപിക്കാനുള്ള അല്ലാഹുവിന്റെ ഓർഡറാണ്. ഖുൽ നബിയെ താങ്കൾ പറയണം, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പറയണം. അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ വിളിച്ചത് എന്റെ അടിമകളെ അല്ല. എന്റെ അടിമകളെ എന്ന് വിളിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂലിനെ യാ സയ്യിദി, അടിമ യജമാനെ വിളിക്കുന്ന പേരാണ് യാ സയ്യിദി, എന്റെ യജമാനരെ. ഒരു അടിമ അദ്ദേഹത്തിന്റെ മുതലാളിയെ വിളിക്കുന്ന പേരാണ് സയ്യിദ്, യാ സയ്യിദി. അതുകൊണ്ടാണ് യാ സയ്യിദി യാ റസൂലല്ലാഹ്, എന്റെ യജമാനരെ. സയ്യിദുന, നമ്മുടെ യജമാനൻ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണല്ലോ അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും അബ്ദുൽ മിസ്കീൻ. ഓ പുന്നാര നബിയേ, അങ്ങയുടെ അടിമ ഒരു മിസ്കീനായ അടിമ ഗ്രഹിച്ചു പോവുകയാണ്, കൊതിച്ചു പോവുകയാണ്. അപ്പൊ ശിർക്കാവൂല. ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞത് നബിയെ തങ്ങൾ വിളിക്കണം, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് വിളിക്കണം. എന്നിട്ടോ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തന്റെ ശരീരത്തോട് തെറ്റ് ചെയ്തു പോയ അല്ലാഹുവിന്റെ അടിമകളെ, പുന്നാര നബിയുടെ അടിമകളെ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനോട് നിങ്ങൾ ആശ പറയരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ധാരാളം പൊറുക്കുന്നവനാണ്, സർവവും പൊറുക്കുന്നവനും കൃപ ചെയ്യുന്നവൻ അവനാണ്. ഈ ആയത്താണ് സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ. നമുക്ക് അതിനുള്ള പ്രതീക്ഷ. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഞാൻ സാധാരണ വയൽ പറയില്ല. കാരണം എന്താ, വയൽ പറഞ്ഞു ഓർമ്മ. ഞാൻ പണ്ട് ദുബൈയിലൊക്കെ ഉംറ കൊണ്ട് പോകുമ്പോൾ 10-30 മണിക്കൂർ യാത്രയുണ്ടാവും. അപ്പൊ മൈക്കെടുക്കും. പണ്ട് ചെറുപ്പത്തിലൊക്കെ ആവേശമാണല്ലോ. മൈക്കെടുത്തിന് പ്രസംഗിക്കും. അപ്പൊ ഞാൻ പ്രസംഗം നിർത്തിയാൽ ആൾക്കാർ ഒരു പ്രസംഗിക്കുന്നു പറയും, എന്തിനേ? ഉറങ്ങാൻ വേണ്ടിയിട്ട്. നല്ല ഉറക്കം കിട്ടും. അപ്പോ ഇത് അതുകൊണ്ട് പിന്നെ ശൈലി മാറ്റിയത്. പ്രസംഗത്തിനൊന്നും രാവിലെ കേൾക്കുക എന്നല്ലാതെ കാര്യം ഉൾക്കൊള്ളാൻ പ്രയാസാണെന്നാണ് മാറ്റിയിട്ട് പിന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങലാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടും. എന്റെ കൂടെ ഇല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയുകയാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, എല്ലാ പാപങ്ങളും പൊറുക്കുന്ന റബ്ബാണ്. ഈ ആയത്താണ് സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ. പിന്നെ നമുക്കെല്ലാം പ്രതീക്ഷ തന്നെ, നമുക്ക് പ്രതീക്ഷയാണ്. അള്ളാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഥവാ തെറ്റ് ചെയ്തു പോയാൽ തന്നെ അള്ളാഹ് പുറത്തു തരും. അത് തീരെ പൊറുക്കൂലാന്നാണെങ്കിൽ, അള്ളാഹ് തീരെ പൊറുക്കൂലാന്നാണെങ്കിൽ നമുക്ക് പ്രതീക്ഷയില്ലല്ലോ. ഈ രീതിയിൽ അലി റളിയല്ലാഹു തആലയോട് പണ്ഡിതന്മാർ പ്രതികരിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ അഹ്ലുൽ ബൈത്ത്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരാണ്, ഞങ്ങൾക്ക് അഭിപ്രായമല്ലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായമല്ല, അതിനേക്കാളും പ്രതീക്ഷയുള്ള ആയത്ത് വേറെയുണ്ട്. ആ പണ്ഡിതന്മാർ ചോദിച്ചു, ഇതിനേക്കാളും പ്രതീക്ഷയുള്ള ആയത്ത് ഏതാണ്? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബിബിയുടെ ഭർത്താവാകുന്ന അലി റളിയല്ലാഹു തആല പ്രകടീകരിച്ചത്. എന്താ പറയുക? വല സൗഫ യുഅതീക റബ്ബുക ഫതറല്ലാ. ഈ ആയത്താണ്. എന്താ അർത്ഥം? വല സൗഫ നബിയെ, പിന്നീട് യുഅതീക, താങ്കൾക്ക് നൽകും. വല സൗഫ യുഅതീക റബ്ബുക, നബിയെ അങ്ങയുടെ റബ്ബ് നൽകും. ഫതറല്ലാ, അപ്പോൾ നബിയെ താങ്കൾക്ക് സമാധാനമാകും. അങ്ങേക്ക് സമാധാനമാകുന്നത് വരെ അള്ളാഹ് പിന്നീട് നൽകും. ഇതാണ് ആയത്ത്. ഇത് ആയത്തിറങ്ങാൻ ചില കാരണങ്ങളുണ്ട്. ഖുർആനിൽ 6666 എന്ന് പറയപ്പെടുന്ന ആയത്തുകൾ ഓരോന്നും ഇറങ്ങാൻ സബബുൽ നുസൂലുണ്ട്, അതിന് സാഹചര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. വെറുതെ ഇറക്കുന്നല്ല, ഓരോ സാഹചര്യം അനുസരിച്ചാണ് ഓരോ ഖുർആൻ ആയത്തുകൾ ഇറങ്ങുക. അല്ലാണ്ട് ഈ ആയത്തിന്റെ സബബുൽ നുസൂൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിഴവ് സംഭവിക്കും. ചില ആയത്തെടുത്തിട്ട് പറയും, ഈ ആയത്ത് കേരളത്തിലെ സുന്നികൾക്ക് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞ് വിമർശിക്കും. ഇതിന്റെ സബബുൽ നുസൂൽ മനസ്സിലാക്കണം. അമീർ ഫൈസി ഒരു കോഴിക്കോട് നിന്നും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഡോക്ടർ നാട്ടിക മുഹമ്മദ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വലിയൊരു ബോർഡ് കൊണ്ട് ഹോസ്പിറ്റൽ, KNM ഹോസ്പിറ്റൽ. KNM ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ കേരള നജ്വത്തുൽ മുജാഹിദീൻ ഹോസ്പിറ്റൽ എന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. KNM എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അപ്പം ഡോക്ടർ മുഹമ്മദ് അലിയോട് അമീർ ഫൈസി പറഞ്ഞു, ഓ, മുജാഹിദിലേക്ക് നല്ല ഹോസ്പിറ്റൽ ഉണ്ടല്ലോ. അപ്പൊ ഡോക്ടർ മുഹമ്മദ് അലി ചിരിച്ചു. നാട്ടിൽ മൂപ്പരിപ്പുണ്ട്. ചിരിച്ചപ്പോ എന്തായിരിക്കുന്നത്? ഒന്നുമില്ല, അതിന്റെ സബബുൽ നുസൂൽ പറയാം. എന്ത് വെച്ചു? കുഞ്ചു നമ്പ്യാർ മെമ്മോറിയൽ ഹോസ്പിറ്റലാണ്. കുഞ്ചു നമ്പ്യാർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, KNM ഹോസ്പിറ്റൽ. അതിന്റെ സബബുൽ നുസൂൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ പറയാ? ഞാൻ കണ്ടിരുന്നു KNM ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അമ്മുറേ അവങ്ങനത്തെ ഹോസ്പിറ്റൽ മുജാഹിദ് ഞാൻ കണ്ടതാണെന്ന് വാദിക്കും, പിന്നെ സമർത്ഥിക്കാൻ ശ്രമം നടത്തും. ഇങ്ങനെ ഓരോ ആയത്തുകൾക്കും അതിന്റെ പശ്ചാത്തലം പഠിച്ചിട്ടില്ലെങ്കിൽ അപകടത്തിൽ. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന ആയത്ത് ഇറങ്ങാൻ പല കാരണങ്ങളും പറയുന്ന കൂട്ടത്തിൽ ഒന്ന് മഹാൻ അലി റളിയല്ലാഹു തആല പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ കരയുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു പറഞ്ഞയക്കുന്നു. ജിബ്രീൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങെന്തിനാണ് കരയുന്നത്? അങ്ങെന്തിന് വിഷമിക്കണം നബിയെ? അങ്ങെന്തിന് കരയുന്നു? അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിനോട് പറഞ്ഞ മറുപടി, ഉമ്മത്തി, എന്റെ സമുദായത്തെ ഓർത്തുകൊണ്ട് കരഞ്ഞു പോകുന്നതാണ്. എന്റെ സമുദായത്തെ ഓർത്തുകൊണ്ട് ഞാൻ കരയുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അനുയായികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അന്യായം ബോധിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് തന്റെ സൈന്യത്തിന് വേണ്ടി, തന്റെ സമുദായത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചുവെങ്കിൽ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തിന് വേണ്ടി പൊറുക്കലിനെ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ സമുദായത്തെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ സമുദായത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞപ്പോ
സഈദ ജിബ്രീലു ഇലസ്സമാ, ആകാശത്തേക്ക് ജിബ്രീൽ അങ്ങോട്ട് പോയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് സംഗതി വിശദീകരിച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്ത് കൊടുത്തു വിടുകയാണ്. ആ ആയത്താണ് വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്, വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്. നബിയേ, അങ്ങേക്ക് പിന്നീട് നൽകും നബിയേ, അപ്പോൾ സമാധാനം ലഭിക്കും നബിയേ. അങ്ങേക്കറിയുന്ന കരച്ചിലൊന്നും പിന്നെ ഉണ്ടാവൂല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീലേ, ലാ അല്ലാഹു വാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെങ്കിലും ഒരു മെമ്പറെങ്കിലും നരകത്തിലായി പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല ജിബ്രീൽ. എന്ത്? ഖിയാമത്ത് നാൾ വരെ വരുന്ന എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു മെമ്പറെങ്കിലും നരകത്തിലേക്ക് പോയാൽ എനിക്ക് സമാധാനം ലഭിക്കില്ല, ഞാൻ കരഞ്ഞു പോകും ജിബ്രീൽ എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, നബിയേ, അങ്ങ് കരയേണ്ടി വരില്ല, അങ്ങേക്ക് സംതൃപ്തി ഉണ്ടാകുമെന്നല്ലേ അല്ലാഹു പറഞ്ഞത്. അതിന്റെ അർത്ഥം നബിയേ, അങ്ങയുടെ ഉമ്മത്ത് മുഴുവൻ സ്വർഗ്ഗത്തിലെന്നല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു തആല പണ്ഡിതന്മാരോട്, ഇറാഖിലെ പണ്ഡിതന്മാരോട് വിശദീകരിച്ചു പറഞ്ഞു, ഓ ഉലമാക്കളെ, ഇതിനേക്കാളും വല്ല പ്രതീക്ഷയുള്ള ആയത്ത് പറയുണ്ടോ? ഏറ്റവും വലിയ പ്രതീക്ഷ ഈ ആയത്താണ്. അത് മുസ്തഫ നബി തങ്ങൾ കരഞ്ഞു വാങ്ങിയ ആയത്താണ്. അല്ലാഹു റസൂൽ കരഞ്ഞുകൊണ്ട് വാങ്ങിയ ആയത്താണ്. ഈ സമുദായത്തിന് വേണ്ടി അള്ളാഹിനോട് കരഞ്ഞു വാങ്ങിയ ആയത്താണ്. നബിയേ, അങ്ങയുടെ മനസ്സിന് സമാധാനം ഉണ്ടാകും, അങ്ങ് കരയേണ്ടി വരില്ല, അങ്ങ് സന്തോഷിക്കും, പിന്നീട് നൽകും. ഇന്നല്ലെങ്കിൽ നാളെ മഹ്ശറിൽ തീർച്ചയായിട്ടും നബിയെ അങ്ങേക്ക് നൽകും. അപ്പൊ നബിയെ അങ്ങേക്ക് സന്തോഷം ഉണ്ടാകും. അപ്പം റസൂൽ പറഞ്ഞത്, എനിക്ക് സന്തോഷം ആഖിറത്തിൽ കിട്ടണമെങ്കിൽ എന്റെ മെമ്പർമാർ ഒരാളും നരകത്തിൽ ഉണ്ടാവരുത്, അവരൊക്കെ സ്വർഗ്ഗത്തിൽ കയറണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിക്ക് ഇങ്ങനെ സലാം പറയാതിരിക്കും? ആ മുത്ത് നബിക്ക് എങ്ങനെ സലാത്ത് പറയാതിരിക്കും? ഒരു മുഅ്മിനായി പിറന്നവനിക്ക് എങ്ങനെയാണ് മുത്ത് റസൂലിനെ ഓർമ്മിക്കാതിരിക്കാൻ പറ്റുക? എപ്പോഴും അവന്റെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ട പേര് മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണേ, ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണേ. മുഹമ്മദ് മുസ്തഫ. അബ്ദുറഹ്മാൻ ഇബ്നു പറയുകയാണ്, ഞാൻ മുത്തുനബി നടന്നു പോവുകയാണ്, മദീനയുടെ തെരുവുകൾ കൂടി ഇങ്ങനെ നടന്ന് അവസാനം പെട്ടെന്ന് മസ്ജിദ് അബീ ദർ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന പള്ളി, അവിടെ എത്തിയപ്പോൾ അല്ലാഹു റസൂൽ സുജൂദ് ചെയ്തു, നീണ്ട സുജൂദ്. അബ്ദുറഹ്മാൻ ഇബ്നു പറയുക, ഞാൻ ആകെ പേടിച്ചു പോയി. സുജൂദിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അല്ലാഹു റസൂലോട് ചോദിച്ചു, എന്താ നബിയേ സുജൂദിൽ കിട്ടിയത്? അല്ലാഹു റസൂൽ പറഞ്ഞ, സന്തോഷം കൊണ്ട് അങ്ങ് ചെയ്തു പോയതാണ്. എന്തേ സന്തോഷത്തിന് കാരണം? ജിബ്രീൽ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞത്, മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ സല്ലല്ലാഹു അലാ മുഹമ്മദ്. നബിയെ, അങ്ങയുടെ മേൽ ഒരു സ്വലാത്താരെങ്കിലും ചൊല്ലിയാൽ അവന്റെ മേൽ 10 സ്വലാത്ത് ചെല്ലുമെന്ന് എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സന്തോഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ശുക്രിന്റെ സുജൂദ് ചെയ്തതാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് പരിഗണിച്ച് നോക്കേണ്ട പ്രിയപ്പെട്ട മുഅ്മിനെ, അല്ലാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തിന്റെ പേര് സ്വലാത്ത് എന്നാണ്, അല്ലേ? സ്വലാത്തുൽ ളുഹർ, സ്വലാത്തുൽ ഇശാ, സ്വലാത്ത് എന്നാണ് പേര്. നിസ്കാരം മുസ്തഫ നബിതങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, മുസ്തഫ നബിതങ്ങൾക്ക് വേണ്ടി പറയുന്ന വാക്കിന്റെ പേരും സ്വലാത്ത് എന്നാണ്. സ്വലാത്ത് ചൊല്ലു എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
അള്ളാഹ് എത്രമാത്രം പരിഗണന കൊടുത്തിരിക്കുകയാണ്. അള്ളാഹിന്റെ എത്ര ഔസാഫുകളാണ് മുസ്തഫ നബി നിങ്ങളെ വേറിട്ട് വിളിച്ചത്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. രണ്ട് വിശേഷണങ്ങളും മുത്തുനബിക്ക് അല്ലാഹു വെച്ചു കൊടുത്തില്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് മാബൈന ബൈതി, ചിന്തിച്ചു നോക്ക്, മാബൈന ബൈതി വമിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ. എന്താ പ്രത്യേകത? മുസ്തഫ നബി തങ്ങളെ വീട്ടിൽ നിന്നും ഡോർ തുറന്നാൽ റസൂലുള്ളാഹിന്റെ പള്ളിയിലാണ് കാല് വെക്കേണ്ടത്. പള്ളിയിൽ നിന്നും കാല് വെക്കേണ്ടത് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്കാണ്. 5 വഖ്ത് നിസ്കാരത്തിൽ അള്ളാഹിന്റെ റസൂൽ ചെരുപ്പിടാതെ വീട്ടിൽ നടന്നു വന്ന് മിഹ്റാബിൽ നിസ്കരിക്കും. മിഹ്റാബിന്റെ മിമ്പറിൽ കയറും, മിമ്പറിൽ നിന്ന് മിഹ്റാബിലേക്ക് വരും, മിഹ്റാബിന്റെ വീട്ടിലേക്ക് പോകും. 5 നേരം ഓരോ നേരവും മുസ്തഫ നബി തങ്ങൾ നടന്ന ഇടമാണ് മാബൈന ബൈതി വമിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. തന്റെ കാല് കൊണ്ട് കൂടുതൽ ഭൂമി, ഏറ്റവും കൂടുതൽ സമയം അല്ലാഹുവിന്റെ റസൂൽ നടന്നൊരു ഇടമുണ്ടെങ്കിൽ ഈ ഒരു ഇടമാണ് സ്വർഗമായി പ്രഖ്യാപിച്ചു പോയി. മാബൈന ബൈതി വമിൻബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. നബിയുടെ കാലുകൊണ്ട് സ്ഥലം ദുനിയാവിലെ ഭൂമിയിലെ സ്വർഗമായി തന്ന് പ്രഖ്യാപിച്ചു. അല്ലാഹുവേ, അവിടെ രണ്ടരക്കാൽ നിസ്കരിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദിയ കോലം സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കോലം ശക്കിൽ മുസ്തഫ നബിയുടെ ശക്കിലാണല്ലോ. മുഹമ്മദ് എന്ന് എഴുതിയ കോലമാണ് ഒരു മനുഷ്യനിക്ക് അല്ലാഹു നിർമ്മിച്ചിരിക്കുന്നത്. മീമ് ഹാ, അതുപോലെ തന്നെ മീമ് ദാല്, ഒരു മനുഷ്യ കോലം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് അല്ലാഹു ശിക്ഷിക്കാൻ ഒരാൾ ഉദ്ദേശിച്ചാൽ ഈ കോലം മാറ്റുമെന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. മുഹമ്മദിയ കോലത്തിൽ പോലും നരകത്തിൽ അല്ലാഹു ശിക്ഷിക്കില്ലെന്ന് പഠിപ്പിച്ചുവെങ്കിൽ മുസ്തഫ നബി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത മഹാത്മത്രയാണ്. അബ്രഹത്തിന്റെ ആനപ്പടയാളികൾ കാരം തകർക്കാൻ വേണ്ടി വന്നപ്പോ അബാബിൽ പക്ഷികളെ കൊണ്ട് അല്ലാഹു മുഴുവൻ നശിപ്പിച്ചപ്പോ മഹമൂദ് എന്ന് പറയുന്ന ആനയെ അല്ലാഹു നശിപ്പിച്ചിട്ടില്ല. എല്ലാ ആനകളും എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും അവിടെ ചത്തൊടുങ്ങിയപ്പോ മഹമൂദ് എന്ന് പറയുന്ന ആന പോൽ വലിയൊരു ആനയാണ്. ആനയെ അല്ലാഹു രക്ഷപ്പെടുത്തി കളഞ്ഞു. പേര് മഹമൂദാണ്. നിങ്ങൾ അറിയോ, മുസ്തഫ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് നാമകരണം ചെയ്യപ്പെട്ട ആൾക്ക് പോലും മഹത്തുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് വല്ലാത്തൊരു പേരാണ്. ആ നാമം വല്ലാത്തൊരു നാമമാണ്. എപ്പോഴും ഓർമ്മിക്കേണ്ട, എപ്പോഴും കൊണ്ടു നടക്കേണ്ട, ഓരോ മനുഷ്യന്റെയും ശ്വാസോച്ഛ്വാസത്തിൽ കളിയാടേണ്ട പേര് മുഹമ്മദ് മുസ്തഫ. അരുമറയാതെ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹിക്ക് കൽബങ്ങോട്ട് അയച്ചു കൊടുത്ത് ആ റൗളയിലേക്ക് കൽബങ്ങോട്ട് വിട്ടിട്ട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറയുമുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അത് മതി. റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുന്നൊരു മനസ്സുണ്ടെങ്കിൽ അത് മതി. 5 നേരം ബാങ്ക് കൊടുക്കുന്നു. ഈ ബാങ്ക് തന്നെ അവിടത്തേക്കുള്ള മഹബ്ബത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ സ്ഥിരപ്പെടുത്താൻ അല്ലാഹു കൊണ്ടുവച്ച ഒരു കർമ്മമാണ് ബാങ്ക്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നാളെ മഹ്ശറ സഭയിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി എല്ലാവരും ബേജാറാകും. മുഅ്മിനാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും കറനിന്ന നിൽപ്പാണ്.
വിയർപ്പ് വരെ ചൂടിൽ പതച്ചു പോകുമ്പോ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, നരകത്തിലായാലും വേണ്ടിയില്ല സ്വർഗത്തിലായാലും വേണ്ടിയില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഘട്ടം. 50,000 വർഷം, 50,000 വർഷം സർവ്വരും ആദ്യ നബിയിലേക്ക് പോകും അലൈഹിസ്സലാം. അവിടെ നിന്ന് പറഞ്ഞുവിടും. നോഹ് നബി, മൂസ നബി, ഈസ നബി എല്ലാവരും പറഞ്ഞുവിടും, ഞങ്ങൾക്ക് സാധ്യമല്ല. ഇവിടെ ഒരേ ഒരാൾക്ക് മാത്രമേ അപേക്ഷ കൊടുക്കാൻ യോഗ്യതയുള്ളൂ, അത് മുഹമ്മദ് മുസ്തഫ. അതേ ഒരേയാൾ മാത്രം. അവസാനം എല്ലാവരും ചെന്നെത്തുന്നു മുഹമ്മദ് മുസ്തഫ. അവിടെ നിന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോ സഭ പിരിച്ചുവിടുന്നു, മഹ്ശറ പിരിച്ചുവിടുന്നു. പിന്നെ ഹിസാബ് എടുക്കാൻ തുടങ്ങി. ഹിസാബിന്റെ സമയം ആരും പറഞ്ഞിട്ടില്ല. ഹിസാബിന്റെ സമയം ചിലപ്പോ അത് 1 സെക്കൻഡ് കൊണ്ട് നിൽക്കും. അല്ലാഹു ഹിസാബ് എടുക്കാൻ 50,000 വർഷം മഹ്ശറിലുള്ള നിർത്തിയെങ്കിൽ ഹിസാബ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂറിന് അല്ലാതെ നിൽക്കാം, ചിലപ്പോ 1 മണിക്കൂറിന് നിൽക്കാം, ചിലപ്പോ 1 ദിവസം വേണ്ട. ഹിസാബ് എടുക്കാനാ പണി. അപ്പൊ ഇത്രയും സമയവും ഇത്രയും വർഷം അല്ലാഹു നിർത്തിയത് ഒരേ ഒരാളെ സമർപ്പിക്കാൻ, ഒരേ ഒരു വ്യക്തിക്ക് അംഗീകരിപ്പിക്കാൻ. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. നേരത്തെ സയ്യിദുൽ ഉലമ പറഞ്ഞത് നാം കേട്ടതാണ്. സയ്യിദുൽ ഉലമ പറഞ്ഞല്ലോ, ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് ഇൽമുകൾ. അല്ലാഹു അവിടുത്തെ ആയുസ്സിനെ ആഫിയത്തോടെ ദീർഘിപ്പിച്ചു കൊടുക്കട്ടെ. ഈ സമുദായത്തിന് നേതൃത്വം വഹിക്കാൻ അല്ലാഹു ദീർഘമായ ആയുസ്സും ഹിമ്മത്തും അല്ലാഹു തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. ആ തണലായി കഴിയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മുസ്തഫ നബി തങ്ങളുടെ ജന്മദിനവും അവിടുത്തെ രൂപഭാവവും അവിടുത്തെ പ്രകൃതിയും സാധാരണ ഒരു മനുഷ്യന്റേതുപോലെ കേവലം ബാഹ്യമായ രീതിയിൽ പറയുക എന്നല്ലാതെ ആത്മീയമായി ആന്തരികമായി ചിന്തിച്ചു നോക്കിയാൽ അത്ഭുത മനുഷ്യനാണ്, അസാധാരണ മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ. കേവലം ഒരു ജന്മം നടന്നതല്ല, ചെറുപ്പത്തിൽ തന്നെ. ഞാനിങ്ങനെ ചിന്തിച്ചു വന്നിട്ട് സയ്യിദുൽ പറയുമ്പോ, ഈ ചെവി കൊണ്ട് ഹറാമ് കേൾക്കില്ല എന്ന് തീരുമാനിച്ചാൽ പലതും കേൾക്കാൻ കഴിയും. ഈ കണ്ണുകൊണ്ട് ഖിലാഫുൽ ഔല പോലും കാണാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ ഈ കണ്ണുകൊണ്ട് പലതും കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകൊണ്ട് ഹറാം യൂസ് ചെയ്യുന്നതുകൊണ്ട് കാണേണ്ടതൊന്നും കാണാൻ കഴിയുന്നില്ല, കേൾക്കേണ്ടതൊന്നും കേൾക്കാൻ കഴിയുന്നില്ല, ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും ചിന്തിക്കാനോ ഓർക്കാനോ പറ്റുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന ഹറാമായി പോയി. ഈ അവയവങ്ങൾ വെച്ചിട്ട് നമ്മൾ ഹലാല് മാത്രം ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ചെറുപ്പത്തിൽ മുസ്തഫ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി തങ്ങൾ ലംബത്തിന്റെ കൂടെ കളിക്കുന്ന കാലം, എവിടെയോ ഒരു കല്യാണ വീട്ടിന്റെ ശബ്ദം കേട്ട് ലംബത്ത് മുത്തുനബിയും അങ്ങോട്ടേക്ക് പോയി. മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറിയ മോനാണ്. ഹലീമ ബീവിയുടെ ആ മലഞ്ചെരുവിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും ആ കല്യാണ വീട്ടിലേക്ക് ചെന്ന കുട്ടികളായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലംബത്തുണ്ട്. കേൾക്കാൻ പറ്റാത്ത പാട്ടുകളും മേളങ്ങളും കേട്ടപ്പോൾ കേൾക്കേണ്ട താമസം മുസ്തഫ നബി തങ്ങൾ ബോധരഹിതനായി വീണ്ടുപോയി. റസൂൽ ബോധം കെട്ടുപോയി. ചെറുപ്പത്തിലാക്കുമ്പോ ലംബ്രത്തെ വീട്ടിലേക്ക് പോയിട്ട് പറഞ്ഞു, മുഹമ്മദ് സ്വന്തം ബോധം കെട്ടിട്ടല്ലേ. പിറ്റേന്ന് നേരം പിറന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധം തെളിഞ്ഞത്. അരുതാതൊന്നും കേൾക്കാത്ത ചെവിയാണ് മുഹമ്മദ് മുസ്തഫ. ജന്മത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചെറിയ കുട്ടികളായുള്ള സമയത്ത് പണ്ട് കാലത്ത്, പണ്ട് അറേബ്യൻ സംസ്കാരത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ചെറുപ്പകാലത്ത് ഏകദേശം അങ്ങനെ തന്നെയാണ്. ഒരു 5 വയസ്സ് കഴിയണം ഒന്ന് ഷട്ടി കൊടുക്കണ്ടെങ്കിൽ. ഒരു വീട്ടിലേക്ക് പോയി കഴിയുമ്പോ 4-5 കുട്ടികളുണ്ടാവും ഒന്നുമില്ലാത്ത, കാരണം ഉടുക്കാൻ ഒന്നുമില്ല. ആ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി. ഇന്ന് ഉടുക്കാനേ ഉള്ളൂ, അന്ന് ഉടുക്കാനില്ല. ഓർമ്മയുണ്ടല്ലേ?
അല്ലേ? അതേറെ മക്കൾ ഓർമ്മയില്ലേ പണ്ട് കാലത്തുള്ള ദാരിദ്ര്യം? മോട്ട് തുണി എന്ന് പറയുമ്പോൾ കണ്ണൂർക്കാർ ഉടുത്ത് തഴഞ്ഞ് കയറിക്കഴിഞ്ഞാൽ ആ സെന്റർ തുണി തുന്നിയിട്ട് സ്കൂളും മദ്രസയും പോവുക. തുന്നി പിടിപ്പിക്കാൻ കൊടുക്കില്ലാതപ്പോ ഏതോ ഒരു സൂചി എടുത്ത് എടുത്ത് കുത്തിയിട്ടാണ് സ്കൂളിൽ മദ്രസയിൽ പോകുന്ന കാലഘട്ടമുണ്ടായിരുന്നു. യൂണിഫോമിന്റെ പൈസ ഇല്ലാതെ സ്കൂളിൽ നിന്ന് തിരിച്ചയക്കപ്പെട്ട എത്രയോ വിദ്യാർത്ഥികൾ അക്കാലത്തുണ്ടായിരുന്നു. ലുങ്കി എടുത്ത് പോയപ്പോ വെള്ളവോട്ടും എടുത്ത് വരണം എന്ന് മടക്കി അയച്ചിട്ടുണ്ട് അല്ലെ? ഞങ്ങൾ അനുഭവം പറയുന്നു. സ്കൂളിലോട്ട് വന്നിട്ട് വിശന്നിട്ട് വരുമ്പോ ഒരു പിടി അന്നുണ്ടാവും, അതിന് പകരം ചക്ക വറുത്തതും കട്ടൻ ചായ ആയിരിക്കും. കട്ടൻ ചായക്കെന്ന് പഞ്ചസാരയില്ല, വെല്ലം കൂട്ടി കട്ടൻ ചായ കുടിച്ച ആൾക്കാരാ അതൊക്കെ. വയസ്സ് ബന്ധമില്ലല്ലോ അല്ലേ? ഓർമ്മയില്ലേ? ഇന്നത്തെ സുഖ സൗകര്യങ്ങൾ എന്താ? അന്നത്തെ ചെറിയ മക്കൾക്ക് എന്താ ഉണ്ടായിരുന്നത്? ഇന്നിപ്പോ എത്ര ഡ്രസ്സാ, എത്ര വിധം ഡ്രസ്സാ. സ്കൂളിലെ യൂണിഫോം വേറെ, മദ്രസ യൂണിഫോം വേറെ, കല്യാണത്തിന്റെ വേറെ. ഇന്ന് ഒരു ദിവസം അലക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിലെ അവസ്ഥ? 2 ദിവസം വീട് വിട്ടിട്ട് പെണ്ണുങ്ങൾ പോകേണ്ടി വന്നാൽ പണി എന്താ? അലക്കൽ കൂടി കിടക്കുക. അന്ന് അലക്കാൻ എന്താ ഉള്ളത്? ഒരു പായ കഴിയുമ്പോൾ പെണ്ണുങ്ങൾ അടുത്തുള്ള വീട്ടിലെ കുളത്തിൽ പോയിട്ട് രാത്രി ഒഴിച്ച മൂത്രപ്പായ കഴിയുക. അതും പിന്നെ മൂത്രമൊഴിച്ച് നടുക്ക് കീറിയിട്ടുണ്ടാവും. അത് തുന്നി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. മുസ്തഫ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി കടന്നുറങ്ങുന്ന കാലഘട്ടത്തിൽ ഡ്രസ്സ് ഉടുക്കുമായിരുന്നു, ഔറത്ത് മറക്കുമായിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിൽ ഔറത്ത് മറക്കാറില്ല ചെറിയ കുട്ടികളൊന്നും. അപ്പോ ഉപ്പാപ്പ നല്ല തുണി മോനെ ഉടുത്ത് കിടക്കണ്ട, ഇന്ന് തുണി മാറ്റി ഇരുട്ടത്താണ്, വളക്കൊന്നുമില്ല. എന്നാൽ രാത്രി എന്റെ മോനെ വേണ്ടി തപ്പി നോക്കുമ്പോ 10 മെത്ത കൊണ്ട് ആരോ പൊതിഞ്ഞതായ അനുഭവം രേഖപ്പെടുത്തിക്കണം. ആരോ വന്നൊരു 10 വസ്ത്രം കൊണ്ട് ആ മോനെ അവിടുത്തെ മറിച്ചിട്ടുണ്ടായിരുന്നു. കാബത്തിന്റെ കല്ല് ചെറിയ കുട്ടികളൊക്കെ അന്ന് കാബത്തിൽ ചെറിയ വർക്ക് നടക്കുമ്പോ മുസ്തഫ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ കുഞ്ഞുമോന ചെറിയ കല്ലുകൾ മറ്റൊക്കെ കുട്ടികളൊക്കെ സഹായിക്കുന്ന കൂട്ടത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ മോൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ എല്ലാരും ചുമലിൽ കല്ല് വെക്കുമ്പോ മുതുകത്തൊന്നാവാതിരിക്കാൻ ഉടുത്ത വസ്ത്രങ്ങളൊക്കെ കഴിച്ചു വെക്കുന്നു. ആരോ പറഞ്ഞു, മോനെ ഉടുത്ത തുണി എടുത്തിട്ട് ഇവിടെ വെച്ചോ. കാരണം അതൊരു വലിയൊരു വെറുപ്പുള്ള കാര്യമായിട്ടൊന്നും ആർക്കും തോന്നിയിട്ടില്ല. ആരോ വലിക്കാൻ നോക്കേണ്ട സമയം ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധനത്തിനായി അരുതാതൊന്നും അള്ളാഹു ആ ശരീരത്തിൽ തോന്നിയിട്ടില്ല. അത് അത്ഭുതമായിരുന്നു. ചെറുപ്പം മുതലേ അത്ഭുതമായിരുന്നു ആ ജീവിതം. ചെറുപ്പം മുതലേ അത്ഭുതമായിരുന്നു ആ ജീവിതം. അങ്ങനെ ഒരു അത്ഭുതത്തിന്റെ ചരിത്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറവിയിലും അനുബന്ധ കർമ്മങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവസാനം മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിച്ചോ, നിങ്ങൾ എന്നെ സ്നേഹിച്ചോളൂ. നിങ്ങളെ കാണും, നിങ്ങൾ ഉപ്പയെക്കാളും, നിങ്ങൾ ഉമ്മയെക്കാളും, നിങ്ങളെ മക്കളെക്കാളും, നിങ്ങളെ സർവസ്വത്തിനേക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ഈമാൻ പൂർണ്ണമാവില്ല. മുഹമ്മദ് മുസ്തഫ അള്ളാഹ് നിങ്ങൾ ഇഷ്ടപ്പെടണോ, എന്നെ പിൻപറ്റിക്കോ എന്ന് ഖുർആൻ. നമുക്ക് ഒരേ ഒരു മാർഗമേ ഉള്ളൂ രക്ഷപ്പെടാൻ. മുസ്തഫായ നബിയോടുള്ള ഇഷ്ടം ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടും. നിങ്ങൾ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, മനസ്സറിഞ്ഞിട്ട് ഒരു 10 സ്വലാത്തെങ്കിലും മനസ്സറിഞ്ഞിട്ട് കൽബ് കൊണ്ട് ഒറ്റക്കൊരിടത്തിരുന്ന് ആരുമില്ലാത്ത റൂമിൽ വാതടച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നുള്ള ഒരു 10 സ്വലാത്ത് ചൊല്ലി നോക്കി. അതിന്റെ ആനന്ദം പുറപ്പെട്ടേ കിട്ടൂല. എന്നിട്ട് അള്ളാഹുവോട് ദുആ ചെയ്ത് നോക്കൂ. ആ ദുആ അള്ളാഹ് സ്വീകരിച്ചു. റസൂലുള്ളാഹിനെ ചേർത്ത് വെക്കാത്ത ഒരു വിജയം ഒരാൾക്കും ലഭിക്കൂല. റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചോ അതൊക്കെ വിജയം. ഞാൻ മുജ്തബ ഫൈസി ഉസ്താദിനോട് ഉദവിസ്ഥാനോട് ഭാര്യ പ്രസവിച്ച കഥ ഞാൻ ആഗ്രഹിച്ചു. എനിക്കതൊരു ഭാഗ്യം കിട്ടിയില്ല. റബീഉൽ അവ്വൽ 1 വെള്ളിയാഴ്ച ഭാര്യ പ്രസവിച്ചൊരു കുഞ്ഞിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ സൗഭാഗ്യം
റബിയെ വസന്തത്തിൽ ഒരു വസന്തം ചൊരിയപ്പെട്ട ഒരു അനുഗ്രഹം. പാർട്ടി കിട്ടാത്തുള്ള വാങ്ങിക്കോളൂ. അള്ളാഹു അവർക്ക് ദീർഘായുസ് മാഫിയത്ത് കൊടുക്കട്ടെ. നമ്മ മക്കൾക്കും അള്ളാഹു ദീർഘായുസ് മാഫിയത്ത് നൽകട്ടെ. ആൺകുട്ടികൾ ഉണ്ടായിട്ട് മുഹമ്മദ് എന്നൊരു പേര് വെച്ചിട്ടില്ലെങ്കിൽ ആ ഉപ്പഹതവാക്യമില്ല. തുടക്കത്തിലെങ്കിലും മുഹമ്മദ് എന്നിട്ട് പിന്നെ ഒരു പേരിട്ടാലും കുഴപ്പമില്ല. മുഹമ്മദോ അഹമ്മദോ ചേർത്തിട്ട് പേരിടണം. അതൊരു വഴക്കത്താണ്. മുഹമ്മദ് മുസ്തഫ. ബേജാറാവേണ്ടതില്ല ഇടാത്ത ആള്. അള്ളാഹു നമുക്ക് സന്താനങ്ങളൊക്കെ മുസ്തഫ നബിതങ്ങളെ ഇഷ്ടം വെക്കുന്ന സന്താനങ്ങളാക്കിയിട്ട് മാറ്റുമാറാവട്ടെ. മുസ്തഫ നബിതങ്ങൾ ആ റൂട്ടിലേക്ക് നമ്മുടെ മക്കളൊക്കെ അള്ളാഹു ചേർത്ത് അനുഗ്രഹിച്ചു തരുമാറാവട്ടെ. മുസ്തഫ നബിതങ്ങൾ ഇഷ്ടം വെക്കുക. മൗലിദ് സദസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സദസ്സിൽ പരമാവധി നമ്മൾ ഹാജറാവുക. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നിർത്തുകയാണ്. വളരെ വൈകിയ സമയമായതുകൊണ്ട് കൂടുതലും ഈ സദസ്സിനോട് എന്ത് പറയണം, റസൂലിനെ കുറിച്ച് എവിടെ തുടങ്ങിയാലും എവിടെ എത്തുമല്ലോ, നമുക്കറിയാലോ. ഒരു 3 സ്വലാത്തിൽ വേണ്ടി ഞാൻ ഇരിക്കാം. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു നമുക്ക് സ്വലാത്തിൽ അതിൽ ഏർപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.